സത്യം ആനി. അവനും അവന്റെ ആൾക്കാരും ഇപ്പൊ എന്റെ പിന്നാലെയുണ്ട്. ഇനിയും ഞാനിവിടെ നിന്നാൽ അമ്മച്ചിയുടെ ജീവൻ കൂടി അപകടത്തിലാവും. എനിക്കറിയാം അവന് വേണ്ടത് ഞാനുമല്ല അമ്മച്ചിയുമല്ല, ആൻഡ്രൂസ് എന്നെ ഏൽപ്പിച്ച പെട്ടിയാണ്. അവന്റെ ജീവനെ പോലെ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാ അത്. ഇനി അത് ആനി സൂക്ഷിക്കണം. ഞാൻ ഇനി അത് അമ്മച്ചി ഏൽപ്പിച്ചിട്ട് പോയാൽ അത് മതി അമ്മച്ചിയുടെ ജീവൻ കൂടി അപകടത്തിലാവാൻ. അതുകൊണ്ടാ ഹോനായി മരിച്ചു എന്നറിയുന്നത് വരെ, അല്ലെങ്കിൽ ആനിക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ടാകുന്നത് വരെ അത് അമ്മച്ചിയുടെ കയ്യിൽ ചെന്ന് ചേരരുത്. ഞാനിപ്പോ പോകുന്ന അവന്റെ അടുത്തേക്കാ. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ, ആരെങ്കിലും ഒരാളെ ഇനി ഈ നാട്ടിലേക്ക് മടങ്ങി വരും. ഞാൻ വരും അമ്മച്ചി, എത്രയും പെട്ടെന്ന് മടങ്ങി വരും. ഇപ്പോ പോവാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാ. വരട്ടെ അമ്മച്ചി. സേതു, മോനിപ്പോ ആൻഡ്രൂസിന്റെ അടുത്തേക്കല്ലേ പോണേ? അവനോട് മോൻ പറയണം എത്രയും പെട്ടെന്ന് ഇങ്ങ് പോരാ. ജോൺ ഹോനോയ്, ഞാനാ സേതു. നീ അന്വേഷിച്ച് നടക്കുന്ന സേതു മാധവൻ ഞാനാണ്. ഇതിനു വേണ്ടിയല്ലേ നീ ആൻഡ്രൂസിനെ കൊന്നത്? ഇപ്പൊ എന്നെ കൊല്ലാൻ നടക്കുന്നത്. ഇനി നീ ആരെയും കൊല്ലണ്ട. ഇത് ഞാൻ നിനക്ക് തരാൻ വേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാ കൊണ്ടുവയ്ക്കോളൂ. ഇത് മുഴുവൻ നിനക്കുള്ളതാണ്. പക്ഷേ അമ്മച്ചി വെറുതെ വിട്ടേക്കണം. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്.
ഇനി മായയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങിപ്പോണം. എനിക്കവരെ പേടിയാ. സേതുവിന്റെ കൂട്ടുകാരാണെന്നും പറഞ്ഞ് മായയോടൊപ്പം കൂടിയിട്ടില്ലേ അവരെ. ആൻഡ്രൂസിനെ കൊന്നിട്ടും സേതുവിനെ കൊന്നിട്ടും കയ്യിൽ കിട്ടാത്ത ആ നിധി മായ ഉപയോഗിച്ച് കണ്ടുപിടിക്കാമെന്ന് അവർ കരുതി കാണും. അതുകൊണ്ട് മായ ഇനി അവരാരെയും കാണരുത്. പിന്നെ ഈ കഥകളൊക്കെ അമ്മച്ചി അറിയാതിരിക്കാനും മായ ഇവിടുന്ന് പോയേ മതിയാവും. പോകുക. അതിനു മുമ്പ് ഞാൻ അവരെ ഒന്നുകൂടി കാണും. തനിച്ചല്ല, പോലീസുമായിട്ട്. അപ്പുക്കുട്ടൻ എവിടെ? അതിനു മുമ്പ് ആ പെട്ടി എവിടെ ഉണ്ടെന്ന് പറ. അതിന് തന്നെയാ ചോദിക്കുന്നത്. അപ്പുക്കുട്ടൻ എവിടെയെന്ന്. അവന്റെ കയ്യിലാ പെട്ടി. ആദ്യം അവനെ കൊണ്ടുവാ. മാധവ, എന്റെ പല്ല്. ഒച്ച വെക്കണ്ട. ഇനി നമ്മളെ രക്ഷിക്കാൻ ഇവിടെ ആരും വരില്ല. അതുകൊണ്ട് നമുക്കതങ്ങ് തിരിച്ചു കൊടുത്തേക്കടാ. അതങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്കാൻ. ഏത്? സേതു നിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ലേ ആ പെട്ടി? എന്റെ കയ്യിലോ? എപ്പോ? എടാ, ഇനിയും നിന്റെ അഭിനയൊക്കെ മതി. വല്ലവന്റെ ഒരു പെട്ടിക്ക് വേണ്ടി ജീവൻ കളയാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. മര്യാദക്ക് അതങ്ങോട്ട് കൊടുക്കാൻ. എന്റെ ദൈവമേ, ഗോവിന്ദൻകുട്ടി ഇവൻ എന്തൊക്കെയായി പറയുന്നേ? കണ്ണിറക്കി കാണിക്കുന്നോ? എന്താടാ കാര്യം? അപ്പുകുട്ടാ, നീ പറയണ്ടാ. ഗോവിന്ദൻകുട്ടി, നീ ചുമ്മാ പണിയരുത്. അവനെ കൊണ്ട് ഞാൻ പറയിക്കാൻ നോക്കുമ്പോ നീ ഒരുമാതിരി വേഷം കെട്ടെടുക്കുന്നു. എടാ അപ്പുകുട്ടാ, നീ ഒന്ന് പറഞ്ഞ് തൊലക്കടാ. നീ പറയണ്ട അപ്പുകുട്ടാ. ഇന്നോടല്ലേ പറഞ്ഞത്. നീ പറയിപ്പിക്കല്ലേ? തോമസ് കുട്ടി, എന്താടാ ഇതൊക്കെ? പറയടാ തെണ്ടി, അത് എവിടെ ഇരിപ്പുണ്ടെന്ന്. ഏത്? രക്ഷപ്പെടാൻ നീ സമ്മതിക്കില്ലല്ലേടാ. ആക്ടിംഗ് ആണില്ലേ? അയ്യോ, വെട്ടിക്കൊടുക്കാൻ ഞാൻ സമ്മതിക്കണടാ. ഞാൻ പറയില്ല പട്ടി. അപ്പുകുട്ടാ, ഓടിക്കോ, ഓടിക്കോ. മാധവ നിക്കടാ. മാധവ നിൽക്കണ്ടടാ, ഓടിക്കോ. തോമസ് കുട്ടി, ഓടി വാടാ. മാധവ, തോമസ് കുട്ടി, വാ. വേഗം വാടാ. എന്റെ അമ്മോ, ലവന്മാരല്ലേ ഇത്? അണ്ണാ, ദേവന്മാര് പിടിച്ചോ. തോമസ് കുട്ടി, വിട്ടോടാ. വേഗം വേഗം വാ. വാടാ. അതാരാണ്? അവരുടെ ആൾക്കാരാ. അവന്മാർ ആളെ വിളിച്ചോണ്ടാ വന്നിരിക്കുന്നത്. പിടിച്ചോ.
ദാസുട്ടി, വിട്ടാടാ. നിങ്ങൾ മൂന്നുപേരും കൂടി ഒന്ന് പുറത്തിറങ്ങി നോക്കിയിട്ട് വാ. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ശെടാ, എല്ലാരും ഒന്ന് എഴുന്നേറ്റ് വന്നേ. എന്തിനാ പേടിക്കുന്നത്? നമ്മൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ചെയ്തിട്ടില്ലേ? ആ പെണ്ണിന്റെ ചേട്ടന്റെ കൂട്ടുകാരാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞു നടന്നിട്ടില്ലേ? അതുപോലെ ഞാൻ അന്നേ പറഞ്ഞത് ആ പെണ്ണിന്റെ പുറകെ നടക്കണ്ടാന്ന്. ഇപ്പൊ എന്തായി? ഒന്നുകിൽ ആ ഹോനായി, ഇല്ലെങ്കിൽ ആ മറ്റവനും അവന്റെ കൂട്ടുകാരും. രണ്ടിൽ ആരെങ്കിലും ഒരാൾ നമ്മളെ തട്ടും. അത് ഉറപ്പാ. നോക്കിക്കോ. നമുക്ക് പോലീസിനെ അറിയിച്ചാലോ? എന്നിട്ടാണ് ഇനി അവരുടെ ഇടിയും കൂടെ കൊള്ളാൻ. മഹാദേവ, നമുക്കിനി ആരെയും കാണണ്ട. ഇവിടുന്ന് എവിടെയെങ്കിലും പോകാം. എങ്ങോട്ട് പോകാൻ? ഏത് നരയത്തിലാണെങ്കിലും ശരി, ഈ നാട്ടിൽ നിന്ന് കുറച്ചാൾ മാറി നിൽക്കാം. ഹ, നമ്മളൊരു സാഹചര്യത്തിൽ ഒരു ചെറിയ നുണ പറഞ്ഞു പോയി. ശരിയാ എന്ന് വിചാരിച്ച് ഒളിച്ചോടണ. നിങ്ങൾ അവരോട് തുറന്നു പറഞ്ഞ പ്രശ്നങ്ങൾ തീർന്നെങ്കിലോ? അതെ, അതാ അതിന്റെ ബുദ്ധി. മഹാദേവ, നമുക്ക് എല്ലാം അവളോട് തുറന്നു പറയാം. നിങ്ങൾ വാ. ഇതെന്താണ് പോലീസും പട്ടാളവും ഒക്കെ? മിണ്ടാതിരിക്കടാ. നമുക്ക് പോകാടാ, പോകാം. കുഴപ്പമാ. മിണ്ടാതിരിക്കല്ലേ പറഞ്ഞത്? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി എന്തുണ്ടെങ്കിലും ഞങ്ങളെ അറിയിച്ചാൽ മതി. നമ്മളെ പറ്റി പറയുന്നെന്നാ തോന്നണേ. നമ്മളെ പറ്റിയൊന്നും ആയിരിക്കില്ല. നീ വാ. എന്റെ ദൈവമേ, ദേ നിൽക്കവൻ എന്നെ കൊല്ലാൻ വന്നോൻ. ഇവൻ തന്നെയാണ് എന്നെ കൊല്ലാൻ നോക്കിയത്. അവനുണ്ട് എന്നെ കൊല്ലാൻ നോക്കിയവൻ. സേതുവിനെ യുവമാരാ കൊന്നിരിക്കുന്നത്. വിടരുത്, ഒന്നിനെ വിടരുത്. ഇവിടെ വരൂ. വരാനാ പറഞ്ഞത്. തോമസ് കുട്ടി, വിട്ടടാ. പിടിക്കവരെ. അവരാരും വിടരുത്. വേഗം വാ.